ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷഹറൂബ ഷമീർ. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു വീറ്റ് കേക്ക് റെസിപ്പിയുമായിട്ടാണ്. ഈ കേക്ക് വളരെ ഹെൽത്തി ആയൊരു കേക്കാണ്. ശർക്കരയും ഗോതമ്പ് പൊടിയും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം ചേർത്തുണ്ടാക്കിയ ഈ കേക്ക് കുട്ടികൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു കേക്ക് തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി 1/2 കപ്പ് ശർക്കരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ആദ്യം തന്നെ. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് ശർക്കരയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഈ ശർക്കര നന്നായി മെൽറ്റായി വരണം. അതിനുശേഷം നമ്മൾ അരിച്ചെടുക്കണം. ശർക്കര മെൽറ്റാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിനു മുമ്പായി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കേക്ക് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയാണ് ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. പൊടി ഒന്ന് അരിച്ചെടുത്താലേ നല്ലൊരു സ്ട്രക്ചർ നമ്മളെ കേക്കിന് ഉണ്ടാവുള്ളൂ. സാധാരണ നമ്മൾ മൈദപ്പൊടി കൊണ്ടാണല്ലോ കേക്ക് ഉണ്ടാക്കാറ്. അപ്പോൾ നമുക്ക് അത്ര ഹെൽത്തി അല്ല. അപ്പോൾ ഈ ഗോതമ്പ് പൊടി ഉപയോഗിച്ച് കേക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല ഹെൽത്തി ആയ ഒരു കേക്ക് തന്നെ നമുക്ക് കിട്ടും. അതുപോലെ ശർക്കരയും തന്നെ നല്ല ഹെൽത്തി ആണല്ലോ. സാധാരണ നമ്മൾ പഞ്ചസാര പൊടിച്ചതൊക്കെ ചേർത്താണല്ലോ കേക്ക് ഉണ്ടാക്കാറ്. അപ്പോൾ ഈ ഹെൽത്തി ആയ കേക്കൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറി എടുത്തിട്ടുണ്ട്, അതുപോലെ ബ്ലാക്ക് ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്, കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, പിന്നെ ബദാം കുറച്ച് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, ഗോൾഡൻ ഗ്രേപ്സും എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കുക. ഡ്രൈ ഫ്രൂട്ട്സ് കൂടുതൽ ചേർത്താൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് നല്ലവണ്ണം ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം. ഗോതമ്പ് പൊടിയും ഡ്രൈ ഫ്രൂട്ട്സും നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഇവിടെ ശർക്കര മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അരിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി 6 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലിന് പകരം ബട്ടർ മെൽറ്റ് ചെയ്ത് ചേർത്താലും മതി. ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ സമയത്ത് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ശരിക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഞാനത് ചേർത്ത് കൊടുക്കാൻ മറന്നു പോയതാണ്. അപ്പോൾ നിങ്ങൾ ഡ്രൈ ഇൻഗ്രീഡിയൻസിലോ അല്ലെങ്കിൽ ഈ വെറ്റ് ഇൻഗ്രീഡിയൻസിലോ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. നല്ല നമ്മളെ കേക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ഇനി നമുക്ക് ശർക്കര മെൽറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കേണ്ട, കുറേശ്ശെയായി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒരേ ദിശയിലേക്ക് തന്നെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇനി ബാക്കിയുള്ള ശർക്കര കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇന്ന് ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ 1 കപ്പ് ശർക്കര മെൽറ്റ് ചെയ്തത് കൊണ്ട് തന്നെ നമ്മുടെ കേക്ക് ബാറ്റർ നല്ല ലൂസ് കൺസിസ്റ്റൻസിയിലായി കിട്ടും. ഇതിപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്തത് കാരണം നമ്മൾ ഇനി ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. കാരണം ഇതിപ്പോൾ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 2 പ്രാവശ്യമായി ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴും കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം. ഇപ്പോൾ ഒരു നല്ല കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലവണ്ണം മിക്സ് ആവാൻ വേണ്ടി ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഫോൾഡ് ആൻഡ് കട്ട് മെത്തേഡാണ് ചെയ്യേണ്ടത്. അതായത് ഒരേ ദിശയിലേക്ക് തന്നെ ഫോൾഡ് ചെയ്തെടുക്കുക, അല്ലാതെ ഒന്നിച്ച് ഒരുപാട് നേരം മിക്സ് ചെയ്തെടുക്കുകയും ചെയ്യരുത്. ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പാനിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് ഗീ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നോൺ സ്റ്റിക്ക് പാൻ ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ കുക്കറിൽ ബേക്ക് ചെയ്തെടുത്താലും മതി. അപ്പോൾ നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് പഴയ ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടായി വരണം.
അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി ഈ പാനിൻ്റെ മുകളിലേക്ക് നമ്മൾ ബേക്ക് ചെയ്യുന്ന നോൺ സ്റ്റിക്ക് പാൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ അടിയിൽ വെക്കാൻ പഴയ നോൺ സ്റ്റിക്ക് പാൻ തന്നെ വേണമെന്നില്ല കേട്ടോ. പഴയ ഒരു തട്ടോ ഏതെങ്കിലും ഒരു പാത്രമൊക്കെ വെച്ച് കൊടുത്താലും മതി. ഇപ്പോൾ ബാറ്ററൊക്കെ ഞാൻ ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തട്ടി കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടാപ്പ് ചെയ്യുന്നത്. ഇനി ഇത് അടച്ച് വെക്കാം. ഇനി ലോ ഫ്ലെയിമിലിട്ട് ഒരു 30 മിനിറ്റോളം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഒരു പപ്പടക്കോല് കൊണ്ട് ഇതൊന്ന് കുത്തി നോക്കാം. പപ്പടക്കോല് ക്ലിയർ ആയി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് വെന്തിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിയർ ആയി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ കേക്ക് ഇവിടെ തണുത്തിട്ടുണ്ട്. അപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ കേക്ക് പാനിൽ നിന്ന് വിട്ടുപോരും. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയ കേക്ക് തന്നെയാണ്. അപ്പോൾ ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടത് കാരണമാണ് ഇതിങ്ങനെ ഹോൾസ് ആയി നിൽക്കുന്നത്. ഗോതമ്പ് പൊടിയും ശർക്കരയും ഡ്രൈ ഫ്രൂട്ട്സും ചേർത്തുണ്ടാക്കിയ ഹെൽത്തി ആയ ഈ കേക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു കേക്ക് തന്നെയാണിത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.